കഥ പറയട്ടെ. കഥ പറയാൻ പോവാട്ടോ എല്ലാ കുട്ടികളോടും കേട്ടോ. കുട്ടികൾക്കുള്ള കഥയാണ്. കുട്ടികളോട് കഥ പറയാൻ പോവാണ് കേട്ടോ. ടം പടം പണ്ടം പടം പണ്ടം പടം പണ്ടാ ടം പടം പണ്ട ടം പണ്ടം പടം പണ്ടാ. ഒരു സ്ഥലത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നേ. മാതാപിതാക്കൾ ആദ്യം മരിച്ചുപോയതിനും മുത്തശ്ശനാണ് കേട്ടോ അവളെ നോക്കി വലുതാക്കിയത്. അവളെ ആവശ്യത്തിന് സൗന്ദര്യമൊക്കെ ഉള്ളൊരു കുട്ടീനെ മുത്തശ്ശനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവരെ ഒരു അസുഖത്തിൻ്റെ കാര്യത്തിന് ഒരു കടലാസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവൾ തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നിട്ടോ. എല്ലാവരും പറഞ്ഞു മോളെ ഈ പോവണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇന്നെ നോക്കാൻ എനിക്കറിയാൻ പോരാത്ത എൻ്റെ പടച്ചോൻ്റെ കാവലും എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അവൾ യാത്ര പുറപ്പെട്ടിട്ടോ. തിരുവനന്തപുരത്തേക്കുള്ള ബസ് പുറപ്പെട്ടിട്ടോ. ബസ്സിലുള്ള മുഴുവൻ ആൾക്കാരെ അവൾ വെറുതെ ഒന്ന് കണ്ണോടിച്ചു. ചിലരൊക്കെ വശപ്പശക് നോട്ടത്തിലുണ്ടെങ്കിലും അവൾ അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന് കണക്കാക്കി ബസ്സിലിരുന്നു കേട്ടോ. അങ്ങനെ ബസ് ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു 3-3:30 മണി പാതിരക്ക് ബസ് കേടായിട്ടോ. ബസ് കേടായത് കണ്ടപ്പോൾ ഇവൾ പേടിച്ച് ഇവൾ വേഗം ബാഗിൽ സോസ്, മൈലാഞ്ചി ട്യൂബ്, ലിപ്സ്റ്റിക്ക് എല്ലാം ഇവൾ കൊണ്ടുനടക്കലുണ്ട് കേട്ടോ. ബസ് കേടായി എല്ലാവരും എങ്ങനെ പോവും, എവിടുന്ന് പോവും? ഡ്രൈവർ പറയുന്നു, കണ്ടക്ടർ പറയുന്നു വേറെ വാഹനത്തിന് വകുപ്പില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നിങ്ങളെല്ലാവരും സഹകരിച്ചേ മതിയാവും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ തിരക്കിട്ടിട്ട് ഇവൾ ബാഗ് തുറന്നിട്ട് ഈ ലിപ്സ്റ്റിക്കും സോസും മൈലാഞ്ചി ട്യൂബും ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഇറങ്ങിപ്പോണ ചില സ്ത്രീകൾ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു സ്വഭാവം കണ്ടില്ലേ, കുട്ടിക്ക് ഒരു പേടിയില്ല, ഓളപ്പം മൈലാഞ്ചി ട്യൂബും അതും ഇതും എടുക്കാമെന്ന് പറഞ്ഞ് ചിലർ മഞ്ഞ കണ്ണുകൊണ്ട് അവളെ നോക്കി. ഈ പെൺകുട്ടികളെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്ന കുറേ സമൂഹം നമ്മളെ ഇടയിലുണ്ട്. അവരെ പോണത്തെ മഞ്ഞക്കണ്ണായിട്ട് അവരിറങ്ങിപ്പോയിട്ടോ. അങ്ങനെ ഇവള് പുറത്തിറങ്ങിട്ടോ. അപ്പോൾ ഇവള് പറഞ്ഞല്ലോ വശപ്പേശക്കുള്ള 3-4 ഗുണ്ടകളെ പോണത്തെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവള് റോട്ടിൽ ഇറങ്ങിയപ്പോൾ കണ്ടക്ടർ വരെ എല്ലാവരും കഴിവുള്ളവർ പല വിധത്തിലും രക്ഷപ്പെട്ടു. പെട്ടെന്ന് റോഡ് കാലിയായി. ഇവളാകെ പേടിച്ചപ്പോൾ ഈ 3 വശപ്പേശക്കുള്ള ഗുണ്ടകൾ വളർത്തേക്ക് വന്നു. പെങ്ങളെ എങ്ങോട്ടാണ് പോണത്, നമ്മളെ കൂടെ കൂടുന്നോ എന്ന് ചോദിച്ചു. അവൾക്ക് ആദ്യം ഓടാനാണ് തോന്നിയത്. പിന്നെ അവൾ വിചാരിച്ചു ഓടുന്നത് ഒരിക്കലും ഉചിതമല്ല, എങ്കിലും ഞാൻ ഈ ചേട്ടന്മാരെ കൂടെ കൂടാം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു ഞാനും ഉണ്ട്. ഞാൻ അവരുടെ വണ്ടി വന്നു. അവൾ വണ്ടിയിൽ കയറി. അവളോട് കുശലം പറയാൻ തുടങ്ങി. എവിടേക്കാണ് പോണത്, എന്തിനാ പോണത്? അപ്പോൾ അവൾ പറഞ്ഞു എല്ലാം ഞാൻ പറയാം, ഞാനൊന്ന് റിലാക്സ് ആവട്ടെ എന്ന് പറഞ്ഞവൾ വണ്ടിയിൽ മിണ്ടാതെ ഇരുന്നു. ഇങ്ങനെ വണ്ടി വണ്ടി നല്ല ആളും അനക്കവുമുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എവിടേക്കാ എന്നല്ലേ ചോദിച്ചത്, ഞാൻ ഞങ്ങളത്ര സ്നേഹമുള്ള ചേട്ടന്മാരെ ആങ്ങളമാരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അവൾ സോസ് കൊണ്ടും മൊയിലാഞ്ചി കൊണ്ടും ലിപ്സ്റ്റിക്ക് കൊണ്ടും അവളെ കയ്യിലും കാലിലും വളരെ വ്രണമായി തോന്നിക്കുന്ന മുറിയുടെ രൂപം ഉണ്ടാക്കിയിരുന്നു. കണ്ടാൽ ചലവും ചോരയും ഒലിക്കുന്ന മാതിരി, അതായത് വലിയ വെളിച്ചമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒറ്റ നോട്ടത്തിൽ ആര് കണ്ടാലും അത് ഭയങ്കരമായ വ്രണമാണെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ഡിസൈൻ അവൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇത്രയും വലിയൊരു മാറായ രോഗിയാണ്, ഇതൊരു ചൊറിയാണ്, ഈ ചൊറി കാരണം എൻ്റെ നാട്ടുകാർ പോലും എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടും സഹകരിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഈ ചേട്ടന്മാർ അറിയാതെ നിങ്ങൾ എന്നോട് ഇങ്ങനെ സഹകരിച്ചതിൽ എനിക്ക് വളരെ സ്നേഹമുണ്ട് ചേട്ടന്മാരെ, ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കൂല എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ചേട്ടന്മാർ പെട്ടെന്ന് പറഞ്ഞു എടാ ഒരു ഫോൺ വന്നില്ലേ, പെട്ടെന്ന് നമ്മളോട് ഇവിടെ ഒന്ന് എത്തണം എന്ന് പറഞ്ഞാൽ അപ്പം അതെ ശരിയാ, അങ്ങനെ ഒരു ഫോൺ വന്നിട്ടുണ്ട്, എന്നാലും പെങ്ങളിത് അവിടെ ഇറങ്ങിക്കോളി, ഇവിടെ ഇറങ്ങിയാൽ പെങ്ങൾക്ക് ബസ് കിട്ടും കേട്ടോ, പെങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞ് ഈ മാറാരോഗം ഭയപ്പെട്ട് അവർ പെങ്ങളെ അവിടെ ഇറക്കി വിടുകയും തിരക്കിട്ട് എസ്കേപ്പ് ആവുകയും ചെയ്തു. സന്തോഷത്തോടു കൂടി അവൾ തിരുവനന്തപുരം പോയി മുത്തച്ഛന് കടലാസ് ശരിയാക്കി അവൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. ഇതാണ് പറഞ്ഞത്. പെൺകുട്ടിയെ എന്ന് പറഞ്ഞിട്ട് ഭയപ്പെട്ടിരിക്കുന്നു വേണ്ട, അവസരത്തിനൊത്ത് ബുദ്ധി ഉപയോഗിക്കുക, യുക്തി ഉപയോഗിക്കുക. എല്ലാ നല്ല മക്കളും ആ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആർക്കും ഒന്നും പേടിക്കാനില്ല കേട്ടോ. അടുത്ത കഥയായി വെറ്റ് വരുന്നവരെ ടംബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ടാ ഡംബടം ബണ്ടടം ബണ്ടം ബടം ബണ്ടാ.